പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ +2 കൊമേഴ്സ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ചാപ്റ്ററിലെ 4ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് FW ടൈലറുടെ സയന്റിഫിക് മാനേജ്മെന്റിനെ കുറിച്ചും പ്രധാനപ്പെട്ട സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചുമാണ്. നമുക്കറിയാം, FW ടൈലർ ഒരുപാട് എക്സ്പെരിമെന്റേഷൻ മാനേജ്മെന്റിന്റെ ഏരിയയിൽ നടത്തിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റേഷനിൽ നിന്നും അദ്ദേഹം ഒരുപാട് മാനേജ്മെന്റ് ടെക്നിക്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ടെക്നിക്സിനെ കുറിച്ചാണ്. അപ്പൊ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സയന്റിഫിക് മാനേജ്മെന്റിന്റെ ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോവാം. നമ്മൾ ഈ ചാപ്റ്ററിൽ സയന്റിഫിക് മാനേജ്മെന്റിന്റെ പല ടെക്നിക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ അതിൽ പ്രധാനപ്പെട്ട 2 ടെക്നിക്സ് മാത്രമേ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സയന്റിഫിക് മാനേജ്മെന്റിന്റെ ടെക്നിക്സുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഈ ടെക്നിക്കിനെ കുറിച്ച് പറയുന്ന മുമ്പ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ 1ാമത്തെ ചാപ്റ്ററിലെ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ നമ്മൾ പല ലെവലിലുള്ള മാനേജേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കി, അവരുടെ ഫങ്ഷൻസ് മനസ്സിലാക്കി. നമ്മൾ അവിടെ പഠിച്ചു, വർക്കേഴ്സുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന ഡയറക്റ്റ് കോണ്ടാക്റ്റിലുള്ള മാനേജേഴ്സ് ലോവർ ലെവൽ മാനേജേഴ്സ് ആണ്. സൂപ്പർവൈസേഴ്സ്, ഫോർമാൻ തുടങ്ങിയ ആൾക്കാരാണ് ഈ ലോവർ ലെവൽ മാനേജേഴ്സിന്റെ നിരയിൽ പെടുന്ന ആൾക്കാർ. നമ്മൾ അന്ന് കണ്ടു, ഒരുപാട് ആക്ടിവിറ്റീസ്, ഒരുപാട് ഫങ്ഷൻസ് ഈ ലോവർ ലെവൽ മാനേജേഴ്സ് പെർഫോം ചെയ്യുന്നുണ്ട്. അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ, കൂടാതെ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്, ആവശ്യത്തിന് മെഷീനറീസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്, വർക്കേഴ്സിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, വർക്കേഴ്സിനെ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസിൽ അവർ ഏർപ്പെടുന്നുണ്ട്. ഈ പറയുന്ന ആക്ടിവിറ്റീസ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരാൾക്ക് ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് FW ടൈലർ ഈ ലോവർ ലെവലിനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നും പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്നും 2ആയി തിരിക്കുന്നു. ഇതിനെയാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന ടെക്നിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഈസ് ദ ടെക്നിക് ഓഫ് സെപ്പറേഷൻ ഓഫ് പ്ലാനിംഗ് ആൻഡ് പ്രൊഡക്ഷൻ ഫങ്ഷൻ അറ്റ് ദ ഷോപ്പ് ഫ്ലോർ ലെവൽ ഓർ ലോവർ ലെവൽ. അതായത് ലോവർ ലെവലിലെ ആകെ ആക്ടിവിറ്റീസിനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നും പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്നും 2ആയി തിരിക്കുന്നു. ഇങ്ങനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനെയും പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിനെയും സെപ്പറേറ്റ് ചെയ്യുന്നു ലോവർ ലെവലിൽ. അതിനെയാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന ടെക്നിക്ക് കൊണ്ട് ടൈലർ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കണ്ടു കഴിഞ്ഞു, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത് ലോവർ ലെവൽ മാനേജേഴ്സിന്റെ ആക്ടിവിറ്റീസിനെ പ്ലാനിംഗ് എന്നും എക്സിക്യൂഷൻ എന്നും അല്ലെങ്കിൽ പ്ലാനിംഗ് എന്നും പ്രൊഡക്ഷൻ എന്നും സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നിക്കാണ്. ഇനി നമ്മൾ ഈ ഫങ്ഷണൽ ഫോർമാൻഷിപ്പിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാൻ പോവുകയാണ്. FW ടൈലറുടെ അഭിപ്രായത്തിൽ ഫാക്ടറി മാനേജർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാനേജറുടെ കീഴെ 2 സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ 2 സെപ്പറേറ്റ് ആൾക്കാർ. ഒന്ന് പ്ലാനിംഗ് ഇൻചാർജ്, 2 പ്രൊഡക്ഷൻ ഇൻചാർജ്. ഈ പ്ലാനിംഗ് ഇൻചാർജ് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. പ്രൊഡക്ഷൻ ഇൻചാർജ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. പ്ലാനിംഗ് ഇൻചാർജിന്റെ കീഴെ 4 സ്പെഷ്യലിസ്റ്റുകൾ. അവർ ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, റൂട്ട് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനറി. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഇൻചാർജിന്റെ കീഴെ 4 സ്പെഷ്യലിസ്റ്റുകൾ, ഗ്യാങ് ബോസ്, സ്പീഡ് ബോസ്, റിപ്പയർസ് ബോസ് ആൻഡ് ഇൻസ്പെക്ടർ. ഈ 4 8 സ്പെഷ്യലിസ്റ്റുകൾ ചേർന്ന് വർക്കേഴ്സിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. ഇതിനെയാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്നതുകൊണ്ട് FW ടൈലർ ഉദ്ദേശിച്ചിരിക്കും. നമ്മളിപ്പോൾ പറഞ്ഞ 8 സ്പെഷ്യലിസ്റ്റുകളെ കുറിച്ച് മനസ്സിലാക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് നമുക്ക് പ്ലാനിംഗ് ഇൻചാർജിന്റെ കീഴിലുള്ള സ്പെഷ്യലിസ്റ്റുകളെ കുറിച്ച് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്. ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക് പ്രിപ്പയർസ് ആൻഡ് ഗീവ്സ് ഇൻസ്ട്രക്ഷൻ ടു വർക്കേഴ്സ്. വർക്കേഴ്സിന് വേണ്ട നിർദ്ദേശങ്ങൾ തയ്യാറാക്കുകയും അത് വർക്കേഴ്സ് നൽകുകയും ചെയ്യുന്ന ഉത്തരവാദിത്തം ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്കിന്റെയാണ്. രണ്ടാമത്തെ റൂട്ട് ക്ലർക്ക്. റൂട്ട് ക്ലർക്ക് സ്പെസിഫൈസ് റൂട്ട് ഓഫ് ദ പ്രൊഡക്ഷൻ. അതായത് നമുക്കറിയാം, ഒരു ഉൽപ്പന്നം ഉണ്ടാകണമെങ്കിൽ പല പ്രോസസ്സിലൂടെ കടന്നു പോകണം.
ഏതാണ് ആദ്യത്തെ പ്രോസസ്സ്, രണ്ടാമത്തെ പ്രോസസ്സ് ഏതാണ്, മൂന്നാമത്തെ പ്രോസസ്സ് ഏതാണ്, ഇങ്ങനെ പ്രൊഡക്ഷന്റെ റൂട്ട് തീരുമാനിക്കുന്നത് ഈ റൂട്ട് ക്ലർക്കാണ്. മൂന്നാമതായിട്ട് ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്. ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് പ്രിപ്പയർസ് ടൈം ആൻഡ് കോസ്റ്റ് ഷീറ്റ്. അതായത് ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത ടൈം എത്രയാണ്, അതിന് വേണ്ടി വന്ന തുക എത്രയാണ്, കോസ്റ്റ് എത്രയാണ് എന്ന് കണക്കാക്കുന്നത് ഈ ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്കിന്റെ ഉത്തരവാദിത്തമാണ്. അവസാനമായിട്ട് ഡിസിപ്ലിനേറിയൻ എൻഷുവേഴ്സ് ഡിസിപ്ലിൻ. അതായത് എല്ലാ ജോലിയും, ഓർഗനൈസേഷനിലുള്ള എല്ലാ ജോലിയും വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടാണ് നടന്നതെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ഈ ഡിസിപ്ലിനേറിന്റെയാണ്. അടുത്തത് പ്രൊഡക്ഷൻ ഇൻചാർജിന്റെ കീഴിലുള്ള സ്പെഷ്യലിസ്റ്റുകളാണ്. ആദ്യമായിട്ട് ഗ്യാങ് ബോസ് അറേഞ്ചസ് മെഷീൻസ് ആൻഡ് ടൂൾസ് ഫോർ വർക്ക്. അതായത് ജോലിക്ക് ആവശ്യമായിട്ടുള്ള മെഷീൻസും ടൂൾസും അറേഞ്ച് ചെയ്യുന്നത് ഗ്യാങ് ബോസിന്റെ ഉത്തരവാദിത്തമാണ്. രണ്ടാമത് സ്പീഡ് ബോസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ടൈംലി ആൻഡ് ആക്യുറേറ്റ് കംപ്ലീഷൻ ഓഫ് വർക്ക്. അതായത് വർക്ക് ആക്യുറേറ്റ് ആയിട്ടും സമയത്തും കംപ്ലീറ്റ് ആയി എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം സ്പീഡ് ബോസിന്റെയാണ്. മൂന്നാമതായിട്ട് റിപ്പയർ ബോസ് എൻഷുവേഴ്സ് വർക്കിംഗ് കണ്ടീഷൻ ഓഫ് മെഷീൻസ് ആൻഡ് ടൂൾസ്. മെഷീൻസും ടൂൾസും വർക്കിംഗ് കണ്ടീഷനിൽ ഉള്ളതാണ്, വർക്കിങ്ങിന് പറ്റുന്നതാണ് എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ഈ പറയുന്ന റിപ്പയർ ബോസിന്റെയാണ്. അവസാനമായിട്ട് ഇൻസ്പെക്ടർ എൻഷുവർ ക്വാളിറ്റി ഓഫ് ദി വർക്ക്, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ചെക്ക് ക്വാളിറ്റി ഓഫ് ദ ഔട്ട്പുട്ടിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്ന ജോലിയാണ് ഇൻസ്പെക്ടറുടെ. സയന്റിഫിക് മാനേജ്മെന്റിന്റെ രണ്ടാമത്തെ ടെക്നിക്കാണ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ. ആദ്യമായി നമുക്ക് സ്റ്റാൻഡർഡൈസേഷൻ എന്താണെന്ന് പരിശോധിക്കാം. Standardization is the process of setting standards for every business activity. It can be standardization of process, raw material, methods, machines, etc. അതായത് എല്ലാ ബിസിനസ് ആക്ടിവിറ്റികൾക്കും ഒരു നിലവാരം നിശ്ചയിക്കുക, ഒരു നിലവാരം മുൻകൂട്ടി നിശ്ചയിക്കുക, അതിനെയാണ് നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ എന്തുമാത്രം ക്വാളിറ്റിയിലുള്ളതാണ് നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയും. ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം വേണം നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയും. ഇങ്ങനെ ബിസിനസ്സിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു നിലവാരം നിശ്ചയിക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായിട്ട് ടു ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് വർക്ക്. വർക്കിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ട് സാധിക്കും. രണ്ടാമതായിട്ട് ടു റെഡ്യൂസ് വേസ്റ്റേജ് ആൻഡ് സ്പോയിലേജ് ഓഫ് മെറ്റീരിയൽസിന്റെ അനാവശ്യമായിട്ടുള്ള വേസ്റ്റേജുകൾ നമുക്ക് കുറയ്ക്കാൻ കഴിയും. മൂന്നാമതായിട്ട് ടു റെഡ്യൂസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ ചെലവ് നമുക്ക് സ്റ്റാൻഡർഡൈസേഷനിലൂടെ റെഡ്യൂസ് ചെയ്യാം. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ വേണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ FW ടൈലർ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് കാരണം ഈ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് സിംപ്ലിഫിക്കേഷൻ എന്താണെന്ന് പരിശോധിക്കാം. സിംപ്ലിഫിക്കേഷൻ സ്റ്റാൻഡ്സ് ഫോർ എലിമിനേഷൻ ഓഫ് സൂപ്പർഫ്ലൂവസ് വെറൈറ്റീസ്, സൈസ്, ഡയമെൻഷൻ എക്സെട്ര. അതായത് അനാവശ്യമായിട്ടുള്ള സൈസും വെറൈറ്റീസും ഒക്കെ ഒഴിവാക്കുക, അതിനെയാണ് സിംപ്ലിഫിക്കേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഒരു ചെരുപ്പുണ്ടാക്കുന്ന കമ്പനി വ്യത്യസ്തങ്ങളായിട്ടുള്ള ചെരുപ്പുകൾ ഉണ്ടാക്കാം, വ്യത്യസ്ത സൈസുകളിലുള്ള ചെരുപ്പ് ഉണ്ടാക്കാം. പക്ഷെ നമുക്കറിയാം ചില സൈസിലുള്ള ചെരുപ്പുകളൊക്കെ ഉണ്ടാക്കി അത് വാങ്ങാൻ ആളുണ്ടാകത്തില്ല, അത് വിറ്റ് പോകത്തില്ല. അല്ലെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് ആയി കഴിഞ്ഞാൽ എല്ലാ വെറൈറ്റീസും വിറ്റ് പോകത്തില്ല. അപ്പം FW ടൈലർ പറയുന്നത് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള വെറൈറ്റികളും അനാവശ്യമായിട്ടുള്ള സൈസുകളും ഒഴിവാക്കുക, ആവശ്യത്തിനുള്ള മാത്രം തയ്യാറാക്കുക, അതിനെയാണ് നമ്മൾ സിംപ്ലിഫിക്കേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം സയന്റിഫിക് മാനേജ്മെന്റിന്റെ രണ്ട് പ്രധാനപ്പെട്ട ടെക്നിക്സ്, ഫങ്ഷണൽ ഫോർമാൻഷിപ്പും സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഡിസ്കസ് ചെയ്യുകയായിരുന്നു. സയന്റിഫിക് മാനേജ്മെന്റിന് മറ്റ് അനവധി ടെക്നിക്സ് ഉണ്ട്, അത് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടേക്ക് കെയർ.